ലിറ്റിൽ ഏഞ്ചൽ പെർഫോമൻസ് ആണ് കാണാൻ പോകുന്നത്. പക്ഷേ ഇനി വരാൻ പോകുന്ന ലിറ്റിൽ ഏഞ്ചലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ നമുക്ക് കണ്ട ഇയാളെ മനസ്സിലാവത്തേ ഇല്ല. ഇതാരായിരിക്കും എന്ന് നമ്മൾ അത് കഴിഞ്ഞ എപ്പിസോഡിന്റെ ഇതാരായിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാ വരാൻ പോകുന്നത്. ഒരു തെമ്മാടിയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും വരട്ടെ, നമുക്ക് പേര് പറഞ്ഞ് വിളിക്കണ്ട. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ. ഞാൻ പറഞ്ഞില്ലല്ലോ, കവലച്ചട്ടമ്പയാണ്, മസിലൊക്കെ ഉണ്ട്. ചെക്കൻ, കുഞ്ഞു ചെക്കൻ, എനിക്കറിയത്തില്ല ഇതാരാന്ന്. ചെറുക്കന്റെ പേരെന്തുവാ? എന്റെ പേര് തെമ്മാടി വേലപ്പൻ. തെമ്മാടി വേലപ്പനാ? ഹായ് എം ജി ഷാൻ, ഹായ് മധു അങ്കിൾ, ഹായ് വിന്യന്തി. ഹായ് തെമ്മാടി വേലപ്പൻ. വേലപ്പണ്ണന് ഇങ്ങനായോ ഇപ്പം? പണ്ട് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. മീനൂട്ടിക്ക് വേണ്ടി ആലോചിച്ചതാ ഞാൻ. നീളമൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടാ എന്തൊരു ചേർച്ചല വന്നിരിക്കണ. ചേട്ടൻ എന്നെ കല്യാണം കഴിക്കാമോ പ്ലീസ്? പറ്റില്ല. അതെന്താ? അങ്ങനെ തന്നെ വേണം. അങ്ങനെ നിനക്ക് അത് തന്നെ വേണം. പണ്ട് ഒരുപാട് 4 വർഷം നിനക്ക് ആലോചിച്ചാ വേലപ്പണ്ണൻ. വേലപ്പണ്ണൻ എനിക്ക് ഇങ്ങനെയുള്ള ഒരു ചേട്ടൻ. വേലപ്പണ്ണൻ ചെറുതായി പോയി, ഞാൻ ചുരുങ്ങിപ്പോയി. എനിക്കതൊരു വിഷയമല്ല. ഒറിജിനൽ ഉണ്ട്. അത് വേറെ വേലപ്പൻ. വേറെ വേലപ്പനോ? വേലപ്പണ്ണ എന്താണ് പരിപാടി? പരിപാടി ഈ ഭാഗത്തേക്ക് വരാൻ കാരണം കൊട്ടേഷൻ വല്ലതും ഉണ്ടോ? അത് ഒരു പാട്ടുകാരൻ. പാട്ടോടാൻ വന്നാണോ ആഗ്രഹം? ഞങ്ങള് വിചാരിച്ച റൗഡിയാണെന്ന്. ഈ തെമ്മാടികള് പാട്ടും പാടുമല്ലേ? പാട്ടൊന്നും അല്ല, ഇവിടെ പാടിക്കാൻ സമ്മതിക്കത്തില്ല. പറ്റത്തില്ലല്ലേ. ശരിക്കുള്ള നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടിക്കും. ഈ തെമ്മാടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. നമ്മുടെ പണ്ടത്തെ ആ വൈദേഹി കുട്ടിയൊക്കെ നന്നായിട്ട് പാടുമായിരുന്നു. കാണാനില്ലല്ലോ ഇപ്പൊ ഈ എപ്പിസോഡിൽ അത് വന്നിട്ടില്ല. വൈദേഹി കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണെന്നാണ് പിള്ളേരൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ചേട്ടാ ഇപ്പൊ ഇങ്ങോട്ട് വരാത്തത്. മാത്രമല്ല ഈ വൈദേഹി കുട്ടി എല്ലാരും പിച്ചു വന്നു. ദേഷ്യം വന്നാല് മാത്രമല്ല അടിക്കും, ഉപദ്രവം, കല്ലെടുത്തെറിയും. അറിയാമോ വിഷമം? ഞാൻ വൈദേഹി കുട്ടിയെ കുറിച്ചല്ലേ പറയുന്നത്. വൈദേഹി അറിയോ? അടിക്കും. പിന്നെ വേണ്ട ഇത് ഈ എന്തോ സൂചിയില്ലേ, അതെടുത്ത് കുത്തും പുറത്ത്. അടിക്കും ഒടിക്കും തൊഴിക്കും മാന്തം തിന്നും ചവിട്ടും. പിള്ളേര് പറഞ്ഞു പിള്ളേര് പറഞ്ഞു വൈദേഹി ഇങ്ങനൊരു വൈദേഹി ഒരു ചീത്ത കുട്ടിയാണെന്ന് പറഞ്ഞു. പോട്ടെ, ആ കുട്ടി പോട്ടെ, വന്നല്ലോ. നമുക്ക് തെമ്മാടി വേലപ്പം മതി. അത് ശരിയാണ് മോളെ. പക്ഷെ ഈ സൈസ് ഒക്കെ ആയിരുന്നല്ലേ ഇതുപോലെ. കറക്റ്റ് ആയിരുന്നു. എല്ലാരും വൈദേഹി ഭയങ്കര സുന്ദരി കുഞ്ഞ, ഭയങ്കര എന്ത് ക്യൂട്ടാ വൈദേഹി. വൈദേഹിയായിട്ട് നല്ല മാച്ചിങ് ആണല്ലേ ഈ തെമ്മാടി. അല്ല വൈദേഹിക്ക് ഭയങ്കര പ്രശ്നമാണല്ലേ. വേലപ്പണ്ണന് പറ്റില്ല. ഇദ്ദേഹം ഒരു നല്ല മനുഷ്യൻ. കറക്റ്റാ. പക്ഷെ ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണല്ലോ. വൈദേഹി ഒരു ദിവസം മുതുകത്ത് ഇടിച്ചില്ലേ മീനുട്ടിയുടെ? അതെ അതെ. ഒറ്റ വൈദേഹി വരട്ടെ. എന്താ മിണ്ടാ നിൽക്കുന്ന വേലപ്പണ്ണ? അല്ല ഈ വൈദേഹി ഞാൻ പറഞ്ഞവരൊക്കെ ആണോ? ആണെന്ന് തോന്നുന്നു. അത് ശരി. ഓ, ക്യാരക്ടർ വിടുന്നില്ല. തെമ്മാടി വേലപ്പനെ ഏത് പാട്ട് പാടാനാ വന്നേക്കണേ? ത്രിശങ്ക് സ്വർഗത്തെ തമ്പുരാട്ടി. ഓ, അങ്ങനെ ഒരു തമ്പുരാട്ടി. അതെങ്ങനെയാ പാട്ട് വേലപ്പ? ത്രിശങ്ക് സ്വർഗത്തെ തമ്പുരാട്ടി. അങ്ങനെയാണല്ലേ? ഇതിനെ കുറിച്ച് വൈദേഹി കുട്ടിയുടെ സൗണ്ട് ഉണ്ടല്ലേ വേലപ്പന്. ഞാൻ ആ കുട്ടീനെ കണ്ടിട്ടുണ്ട്. അതാണ് ഒരു സാമ്യം. സൗണ്ടില് ഇന്നലെ കണ്ടതേലു. ആണോ? ആണല്ലേ? ഇന്നലെ കാണുമ്പോ ആ കുട്ടി നല്ല അടിയൊക്കെ തന്നോ? വഴക്ക് കൂടിയോ വേലപ്പനുമായിട്ട്? ഒരടി തന്നു. അപ്പൊ വേലപ്പൻ തിരിച്ചു കൊടുത്തോ? ഞാനും കൊടുത്തു. ആണോ? എന്നിട്ട് ആരെ ജയിച്ചേ? ജയിച്ചത് ഞാൻ. കുട്ടിയെ നല്ല അടിച്ചോ? നമ്മളിനി തലയും കുത്തി നിന്നാലും വേലപ്പണ്ണൻ ക്യാരക്ടർ ഇടൂല. വേലപ്പന്റെ പാട്ട് കേക്കാന്നാ നമുക്ക്. ഏത് പാട്ടിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ലല്ലോ വേലപ്പ. സിനിമ എന്റെ പേര് തന്നെ, തെമ്മാടി വേലപ്പ. ആണല്ലേ? പിന്നെ എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാർ. പിന്നെ വർഷം 1976. പിന്നെ സംഗീതം MS വിശ്വനാഥൻ സാർ. വെരി ഗുഡ്. പിന്നെ പാടിയത് ദാസങ്കൻ. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് വേലപ്പണ്ണ. വൈദേഹി ആയിരുന്നെ നന്നായിട്ട് പാടിയേനെ. വേലപ്പണ്ണന് നമുക്ക് അറിയത്തില്ല എങ്ങനെയാ. വേലപ്പണ്ണ എങ്ങനെ പാടുമെന്തോ കേട്ടു നോക്കാം. നമുക്ക് ഇത് കഴിയുമ്പോൾ ഓൾ ദി ബെസ്റ്റ്.
പോലത്തെ രാജാത്തി. ആഹാ ശാബാഷ്, ശാബാഷ്, ശാബാഷ്. അടിപൊളി. ഐ ലവ് യു. അങ്ങനെ വിളിക്കണ്ട കേട്ടോ, അങ്ങനെ വിളിക്കണ്ട. ഞാൻ എത്ര നാള് ഞാൻ ആലോചിച്ച. എനിക്ക് അറിയത്തില്ലായിരുന്നില്ല ഇങ്ങനെ പാടുവന്ന്. ആ ഞാൻ പറഞ്ഞില്ലേ വേലപ്പണ്ണൻ പാടും ഡാൻസ് ചെയ്യും, ഭദ്രകാളിയുടെ രൂപം കാണിക്കും. പിന്നെ ദേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കും. എന്തൊരു ആ വേലപ്പനായത്. ഇപ്പൊ ഒരു സ്നേഹം തോന്നില്ലേ? ഭയങ്കരമായിട്ട് ആ കെട്ടണോ? കെട്ടണം. ഐ ലവ് യു പറഞ്ഞേരെ. ഐ ലവ് യു, ഐ ലവ് യു ഇപ്പൊ വേലപ്പണ്ണ. തന്നെ കെട്ടിക്കോ. വേലപ്പണ്ണ തിരിച്ചു പറ ഐ ലവ് യു. മീനൂട്ടിയെ കെട്ടാൻ തയ്യാറാണോ? നോക്കാം. അത് തന്നെ വേണം, നിനക്കത് വേണം. ട്രൈ ചെയ്യാം. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഈ വേലപ്പണ്ണ എന്തൊക്കെയാ കാണിച്ചു അതെ, വെച്ചത്. അതെ. ശ്ശോ. ആ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പാടുന്നു. അതെ. പ്രയാസമാണ് എല്ലാം. ത്രിശങ്ക് അങ്ങ് അവിടെ കിടക്കുക. തുടക്കം തന്നെ അങ്ങനെ. പിന്നെ അതെന്തോ വേലപ്പണ്ണ അതെന്തോ വരുന്നത് എന്താണ്? തിടുവേനു, തിടുവേനു. വല്ലാത്തൊരു സംഭവം തന്നെ. എന്തായാലും പാട്ട് ഗംഭീരമായിരുന്നു, Thank ആക്ഷൻ you. സൂപ്പർ ആയിരുന്നു. Thank you. ഞാൻ ആലോചിക്കുന്ന മറ്റേ കൊച്ചിന്റെ പേരെന്തോ ഒരു വൈദേഹി ആ വൈദേഹി ഇതിനെക്കെട്ടി നന്നായിട്ട് പാടത്തില്ലേ? പാടും, പക്ഷെ ഇത്രയും ഇത് ചെയ്യാൻ പറ്റുമോ ഈ അതെ. പെർഫോമൻസ്? എനിക്ക് ഇപ്പോഴും തോന്നുന്നു എനിക്ക് സംശയം ആ വേലപ്പന വൈദേഹി കുട്ടി അല്ലേ നല്ലത്? വേലപ്പണ്ണനാ സ്മാർട്ട്. ചേട്ടാ വൈദേഹിയും കൂടെ വിളിച്ചൊന്ന് പാടിച്ചു നോക്കിയാലോ നമുക്ക്. ആ ഈ തിടു തന്നെ ഒന്ന് പഠിപ്പിച്ചു നോക്കാം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമോ ഇപ്പൊ മൊത്തം പാടുവോ. ആ. എന്ത് പറയുന്നു? വൈദേഹി കുട്ടി എവിടെ പോയി? ഇവിടെ ഇല്ലേ? വൈദേഹി കുട്ടി നാട്ടിലുണ്ട്. എനിക്ക് കണ്ടിട്ട് ഒരു ചെറിയ സംശയം, എന്ത്? ഇതല്ലേ നമ്മുടെ വൈദേഹി കുട്ടി എന്നൊരു സംശയം. ഇതോ? ആ കെട്ടെന്നഴിച്ചാലോ? അല്ല ചേട്ടാ, ആ. ചേട്ടന് തെറ്റി. ആ. ഇത് വൈദേഹിയൊന്നും അല്ല. അല്ലല്ല ഇത് വൈദേഹി. എനിക്കിപ്പം ഇങ്ങനെ ആ മീശ മാറിയാല, തലയിലെ കെട്ട് മാറിയാൽ എങ്ങനെ ഇരിക്കും? ഇത് വൈദേഹിയാണോ ഇത് വേലപ്പണ്ണനാണോ? ശരിക്കും ഞാൻ വൈദേഹി. ആണോ? അത് ശരി. അയ്യോ പ്രാങ്ക്. പ്രാങ്ക് ആയിരുന്നോ? ഞങ്ങള് 3 പേരും പ്രാങ്കായി പോയി. അതെ 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 അതെ. ശ്ശോ. ഈ വേലപ്പണ്ണനായിട്ട് വന്നപ്പോ വൈദേഹി ഒന്നുകൂടെ നന്നായിട്ട് പാടുന്നുണ്ട്, അതെ. ആക്ഷൻ ഉണ്ട്. അപ്പൊ ഇനി ഇങ്ങനെ മതി എന്നാണോ ആ ജഡ്ജസ്? അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇനി മോള് പാടാൻ വരുമ്പോഴത്തേക്ക് ഈ വേഷത്തിൽ വന്നാൽ അതെ. ഞാൻ ഒരു കാര്യം പറയാം മക്കളെ, ഈ മോള് പാടി ഈ നിമിഷം വരെ, മോള് പറയുന്നിടം വരെ ഞങ്ങൾക്ക് വൈദേഹിയാണെന്നേ തോന്നിയില്ല. ശരിക്കും വേലപ്പന്റെ ആ ക്യാരക്ടർ വിടാതെ ഓരോ നിമിഷവും ആ ഭദ്രകാളിയുടെ തുള്ളണതും ആക്ഷനും എല്ലാം. അതെ. ആ ഒരു ഡാൻസ് ഉണ്ടായിരുന്നല്ലോ, ഒന്ന് കാണിച്ചു തന്നെ. ഒന്നൂടെ. ഇങ്ങനെ ഇങ്ങനെ ചുറ്റി വരുന്ന ഒരു ഡാൻസ്. ഇങ്ങനെ ഇങ്ങനെ ഇത് കൂടെ ഇതില് അഭിനയിച്ചത് നസീർ സാറാണ്. നസീർ സാർ ഇങ്ങനെ എങ്ങനെയാ കാണിച്ചു? ഇങ്ങനെ ആ, ഈ സിനിമ മൊത്തം ഞാൻ കണ്ടു. ആ ആണോ? അന്നേരം അതില് നസീർ സാറാണ് ഉള്ളത്. ആ അപ്പം അമ്മ പറഞ്ഞു ഇത് നസീർ സാറിന്റെ സ്റ്റെപ്പാണ്. ആണല്ലേ? ആ ശരിയാ ശരിയാ. കളിച്ചു. അല്ല, ഒരു ശരിയാട്ടോ. പാട്ട് പാടാൻ വേണ്ടി കുഞ്ഞ് എത്ര ഡെഡിക്കേറ്റഡ് അതെ. ആയിട്ട് എത്ര ഡെഡിക്കേഷൻ കൊടുത്തു. സിനിമ കണ്ടു, നസീർ സാറിന്റെ ആക്ഷൻ കണ്ടു, മിടുമിടുക്കിട. പിന്നെ ഞാൻ ഫസ്റ്റ് ക്യാരക്ടറിൽ പോയിട്ടേ അത് എങ്ങനെയാന്ന് അറിയാ പഠിച്ചത്. ആ അത് ജയറാം അങ്കിള് മിമിക്രി ചെയ്യും. അതെ. ആ ജയറാം അങ്കിളുടെ നോക്കിയിട്ട് ചെയ്തത്. ആണല്ലേ? ഓ അങ്ങനെയാണ് ചെയ്തത് അല്ല, അല്ലേ? ഒരു പാട്ടിന് വേണ്ടി കുഞ്ഞ് ഓ, എന്തൊക്കെ research റിസർച്ച് നടത്തി. ചെയ്തു. അതെ 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 അതെ. ഒരു 5-6 മാസമായിട്ട് ഇതിന്റെ പുറകിൽ. അതെ, 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 അതെ. ഇത് എന്നാ കിട്ടിയത് ഈ പാട്ട്? ഒരു 10 ദിവസം 10 ദിവസമായിട്ടുണ്ട്. വൈദേഹി കുട്ടിയായിട്ട് വരുമ്പോ ഇത്രയും സ്മാർട്ട് ആവാറില്ല. ഒരു ആൺകുട്ടിയുടെ വേഷം കെട്ടി വൈദേഹി കുട്ടി വന്നപ്പോഴത്തേക്കും ഭയങ്കര സ്മാർട്ട് ആക്ഷനൊക്കെ ആൺകുട്ടികളുടെ പോലെ തന്നെയായി. പിന്നില്ലേ ആ ഞാൻ പല്ലവി അനുപല്ലവിയും ഒരു ദിവസം പഠിച്ചു. ആണല്ലേ? പിന്നെ ചരണം 2ാമത്തെ ദിവസം ഓ പഠിച്ചു. അത് ശരി. എന്താണേലും എന്തായാലും പാടിച്ച് പൊളിച്ചു. വെറും ഒരു പാട്ടുകാരി മാത്രമല്ല, നല്ലൊരു പെർഫോമറും കൂടിയാണ് എന്നുള്ള കാര്യം അതെ. വൈദേഹി കുട്ടിയുടെ തെളിയിച്ചു. അതെ, തെളിയിച്ചു. താങ്ക് യു. ഭാവിയിലെ തിരക്കേറിയ ഒരു പെർഫോമർ കം സിംഗർ ആയിരിക്കും. അതെ, നല്ലൊരു എന്റർടൈനർ കൂടെ ആയി. അതെ, എന്റർടൈനർ. ആ. പിന്നെ ഇതൊക്കെയാ ചിലപ്പോൾ ആക്ട്രസ് ആവാനും അതെ, ചാൻസ് actress ആവാനും chance ഉണ്ട്. ആ മക്കളെ, ഗോഡ് ബ്ലെസ് യു.
താങ്ക് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വേലപ്പെണ്ണ നമ്മുടെ കാര്യം കൂടണ്ടേ? വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ട് ചായ കുടിക്കും. ചായ കുടിക്കും. ഞാനില്ല കേട്ടോ. ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകുരേ. കേട്ടോ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. കല്യാണം കഴിക്കുന്നുണ്ടോ? കല്യാണം പിന്നെ കഴിക്കാം. പിന്നെ കഴിക്കാം. ഇൻട്രസ്റ്റഡ് അല്ലേ? ടാറ്റാ.